ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു നാടൻ ചിക്കൻ കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ചിക്കൻ കറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിനുവേണ്ടി ഇതാ ചിക്കനുണ്ട്, ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ആക്കി എടുത്തതാണ്. പിന്നെ ഇതാ 3 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഉണ്ട്, അതുപോലെ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മാത്രം മല്ലിപ്പൊടി കേട്ടോ. പിന്നെ ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചെറിയുള്ളി ഇതുപോലൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതാണ് ഏറ്റവും ടേസ്റ്റ് തരിക. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ക്രഷാക്കി എടുത്തിട്ടുണ്ടല്ലോ, അതൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത് മൂന്നും ഒരുമിച്ച് തന്നെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ചെറിയുള്ളി ഒന്ന് പേസ്റ്റാക്കി എടുത്തത് അതൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇനിയും ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ആ ചെറിയുള്ളിയും ആ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി വരുന്നത് വരെ ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി കുറച്ച് ഉപ്പ് ചേർത്തെടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാല നന്നായിട്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണ്ട. മസാല ചിക്കനിലേക്ക് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അങ്ങോട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാവട്ടെ നല്ലത്. അപ്പോൾ മസാല നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എത്രയാണോ കറി വേണ്ടത് അതിനാവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് അങ്ങ് ലൂസാവേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ ചിക്കൻ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു കോംബോ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.